ഇന്ന് നമുക്ക് സേമിയ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കാഷ്നട്ടാണ്. കാഷ്നട്ട് ഒരു പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഈ കാഷ്നട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മുഴുവനായിട്ടുള്ള കാഷ്നട്ട് വേണ്ട, ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ടുള്ള കാഷ്നട്ട് എടുക്കുക. ഈ കാഷ്നട്ടും സേമിയയും കൂടിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക് വേണം. കണ്ടൻസ് മിൽക്ക് 1/4 കപ്പ് വേണം. പിന്നെ വേണ്ടത് മിൽക്കാണ്. മിൽക്ക് 3 കപ്പ് വേണം. പിന്നെ ഈ പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീമും വേണം. അത് സാധാരണ ക്രീമോ അല്ലെങ്കിൽ ഹെവി ക്രീമോ ആയിരുന്നാലും കുഴപ്പമില്ല. ഈ ഹെവി ക്രീം അല്ലെങ്കിൽ ക്രീം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടുന്നത് അത് എല്ലാവരും സെയിം ആയിട്ടുള്ള ക്രീമായിരിക്കും. അത് പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും പറയുന്നത്. ക്രീം ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ക്രീം ഉണ്ടാക്കുന്നത് പശുമ്പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ സേമിയ പുഡിംഗ് ആക്കാന്ന്. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേമിയയും കാഷ്നട്ടും കൂടിയിട്ട് വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. അത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കുക. നെയ്യിലേക്ക് കാഷ്നട്ട് ചേർക്കാം. 100 ഗ്രാം സേമിയ ചേർക്കാം. സേമിയ ഞാനിവിടെ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചത് ഇതേപോലത്തെ സേമിയ ആയിരുന്നു. നിങ്ങൾ വാങ്ങുന്നത് നല്ല നീളമുള്ള സേമിയ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ സേമിയ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കണം. സേമിയ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഈ വറുത്ത് വെച്ചേക്കുന്ന സേമിയ നീക്കി വയ്ക്കുക. ഈ പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാര കാരമലാക്കാൻ വേണ്ടി പോവാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർക്കാം. ഈ പഞ്ചസാര കാരമലാവണം. ഇതിങ്ങനെ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറിയിട്ട് ഇത് കാരമലിൻ്റെ കളറാവും. ഇങ്ങനെ കാരമൽ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാനിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കളർ മാറിയിട്ട് ഇതൊരു നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നല്ല ഡാർക്ക് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ചെയ്യാൻ മതി. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കയ്പ്പരസം വരും. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ സേമിയയും കാഷ്നട്ടും ചേർക്കാം. ഇത് ഇതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സേമിയയും കാഷ്നട്ടും ഈ കാരമലിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഒരു കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അത് ആ പുഡിങ്ങിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ളത് ഈ കാരമലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സേമിയ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് പാല് ചേർക്കാം. ഇത് പാല് ചേർത്ത വഴിക്കന്നെ ആ കാരമലും സേമിയ അങ്ങോട്ട് ഇതിനകത്ത് കിടന്നിട്ട് കട്ടയാവും. ഇതിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ കട്ടയായിട്ടുണ്ട്. ഇത് പാല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ സേമിയൊക്കെ മെൽറ്റായിട്ട് വരും. ഈ സേമിയയും കാരമലൊക്കെ ഇതിനകത്ത് കിടന്നിട്ട് മെൽറ്റാവും. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇങ്ങനെയുള്ള പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാനിലുണ്ടാകുക. ഈ കട്ടിയുള്ള പാനിൽ ഉണ്ടാക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് പുക കയറി പിടിക്കും. അപ്പോൾ കട്ട പിടിച്ചിരുന്ന സേമിയയും കാഷ്നട്ടൊക്കെ ഇതിനകത്ത് കിടന്നിട്ട് മെൽറ്റായിട്ടുണ്ട്. ഈ പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഈ സേമിയ പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കോൺഫ്ലവറോ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സേമിയയുടെ ഉള്ളിൽ തന്നെ നല്ല സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും.
എന്തെങ്കിലും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുമ്പോഴാണ് അതിലേക്ക് നമ്മൾ സെറ്റാവാൻ വേണ്ടിയിട്ട് ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ കോൺഫ്ലോറോ ചേർക്കേണ്ടത്. ഈ സേമിയ പുഡിങ്ങിന് അത് വേണ്ട. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക. അത് സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വരും. ഒന്ന് മൂടി വയ്ക്കുക ഒരു 5 മിനിറ്റ്. അല്ലെങ്കിൽ സേമിയ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചു. അപ്പോൾ ഈ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. ആദ്യം കുറച്ച് സേമിയയും കാഷ്നട്ടും കൂടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ കാരമലിൽ ഇട്ടിട്ട് മാറ്റി വെച്ചാലും ഇതിപ്പോൾ കപ്പലണ്ടി മിഠായി പോലെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചപ്പാത്തി കോല് വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് പുഡിങ്ങിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കണ്ട. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രീം പോലെ ഇരിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുന്ന പാത്രത്തിലേക്ക് പകർത്താം. ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് 1 കപ്പ് ഹെവി ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യണം. ചൂടോട് കൂടിയിട്ട് ഹെവി ക്രീം വയ്ക്കരുത്, ഹെവി ക്രീം മെൽറ്റായി പോകും. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനി 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പുഡിങ്ങിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഈ ക്രീമിലേക്ക് ഞാനിവിടെ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ട് ക്രീം പോലെ ആവണം. ആദ്യം മാറ്റി വെച്ചിരുന്ന സേമിയയും കാഷ്നട്ടും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച സേമിയ പുഡിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കണ ക്രീം ചേർക്കുക. ഇപ്പോൾ ക്രീം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ സേമിയയും കാഷ്നട്ടും കൂട്ടിയിട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുക. ഇപ്പോൾ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇനി പുഡിങ് ഒന്ന് കട്ട് ചെയ്യുക. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വയ്ക്കുക. ഇപ്പോൾ സേമിയ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല തണുപ്പോടുകൂടി കഴിക്കുക.